നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങൾക്കും പുതുവത്സരാശംസകൾ നേരുന്നു. 2025 മുതൽ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും ഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യവും ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഒരു ചിത്രത്തിലേക്ക് കടക്കുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ഒരു പാമ്പിനെയാണ്. അതിൻ്റെ ശൽക്കങ്ങളും അതിൻ്റെ ശരീരത്തിൻ്റെ രീതിയുമൊക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ പലപ്പോഴും ഭയങ്കര സൗന്ദര്യം എന്ന് പറയും. ഒരു സ്ത്രീയെ, സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ നമ്മൾ പറയും ഭയങ്കര സൗന്ദര്യം എന്നാണ്. ഇവിടെ ഈ പാമ്പിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് ഭയങ്കര സൗന്ദര്യം, ഭയം അങ്കുരിപ്പിക്കുന്ന സൗന്ദര്യം. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ കാണുമ്പോൾ നമ്മളതിനെ ഭയങ്കര സൗന്ദര്യം എന്ന് പറയില്ല അല്ലേ, നമുക്ക് വേണേൽ നല്ല സൗന്ദര്യം എന്ന് പറയാം. നേരെ മറിച്ച് മുതലേ പാമ്പിനെയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ സൗന്ദര്യത്തെയും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണം നമുക്ക് കള്ളിയം കാട്ട് നീലിയെ കാണുമ്പോൾ പറയാം ഭയങ്കര സൗന്ദര്യം. രണ്ട് തേറ്റാപ്പല്ലൊക്കെ ഉണ്ട്, പക്ഷേ ഭയം അങ്കുരിപ്പിക്കുന്ന ഒരു സൗന്ദര്യം അവൾക്കുണ്ടാവും അല്ലേ. അഴിച്ചിട്ട വാർമുടിയും വശ്യ മനോഹരമായ സംഗീതമൊക്കെ എല്ലാം ചേരുമ്പോൾ ഒരു ഭയം ജനിപ്പിക്കുന്ന എന്നാൽ സൗന്ദര്യമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്? ഇതൊരു ഫോട്ടോ കണ്ട് വരയ്ക്കുകയാണ്. എൻ്റെ ശൽക്കങ്ങളൊക്കെ വരയ്ക്കാം. ഇതിൻ്റെ കുറച്ച് രീതികൾ, ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. ഞാൻ ആദ്യമായിട്ട് വളരെ ലൈറ്റായിട്ട് ഇതിനെ ഒന്ന് ഷെയ്ഡ് ചെയ്തു. എനിക്ക് ഒരു യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് തീരെ പാടില്ല, സ്വരമൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ടാണ് പാറപ്പുറത്തിട്ട് ചിരട്ട വരയ്ക്കുന്ന പോലുള്ള സൗണ്ട്. സദയം ക്ഷമിക്കുക. അപ്പോൾ ഈ സൗണ്ട് മാറിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാൽ ഇതും ആയേക്കാം കേട്ടോ. ഇപ്പം ഞാൻ വളരെ തെളിച്ചം കുറഞ്ഞ 2B പെൻസിൽ കൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. പാമ്പിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കറങ്ങി വരുന്നതിൻ്റെ അടിയിലത്തെ ശൽക്കങ്ങൾ ഓരോന്ന് വരയ്ക്കുമ്പോൾ അത് ഫുള്ള് ഡീറ്റെയിൽ നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് വരച്ച് കാണിക്കാം. ഞാൻ ഈ വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പഠിക്കാൻ സാധിക്കും. നമ്മുടെ ചിത്രകലാ ക്ലാസ് അങ്ങനെയാണല്ലോ, പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് എത്തിയപ്പോൾ കുറച്ച് ദിവസം കടന്നുപോയപ്പോൾ നമുക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. നോക്കുക, നമ്മളിന്ന് ഇങ്ങനൊരു ഐഡിയ ഇട്ടിട്ട് നേരെ ചെയ്യുന്നത് ഡയറക്റ്റ് ചാർക്കോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ചാർക്കോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ബ്ലാക്കാണ്, ഇവിടെ ഇറേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി, ഇതാണ് നമ്മൾ ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ബ്ലോക്കിംഗ് എന്താണ്. നമ്മുടെ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന്. ഇവിടെ എല്ലാം ഞാൻ വേണ്ട ശൽക്കങ്ങളൊക്കെ വേണ്ട ഇടങ്ങളെയൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പെൻസിൽ കൊണ്ട് നേരെ നമ്മൾ വരയ്ക്കും. നമുക്ക് പരിമിതമായൊരു സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇത് വരച്ച് തീരാൻ പറ്റുമെന്നറിയില്ല. ഒപ്പം തന്നെ പറയുക, ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ബാഹ്യമായ സൗകര്യങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം. അതിനെ സദയം ഉൾക്കൊള്ളുക. നമുക്ക് പലതിനെയും വിട്ടുകളയാൻ പറ്റില്ലെങ്കിൽ അത് ഉൾക്കൊണ്ടേ മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ പാമ്പിൻ്റെ ഒരു ഭാവം വരച്ചത് ഇങ്ങനെ തലചരിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഇറേസ് ചെയ്തിട്ട് ബ്ലാക്ക് പെൻസിൽ കൊണ്ട് നമുക്ക് വരയ്ക്കാം, ചാർക്കോൾ പെൻസിൽ കൊണ്ട്. നോക്കുക, ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടും തുടങ്ങിയാൽ മതി. കണ്ടോ, ചാർക്കോൾ പെൻസിലാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യാൻ പറ്റും, നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റിയാൽ തെറ്റി. അപ്പോൾ നമ്മുടെ ചിത്രങ്ങൾ അങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ അങ്ങ് വരയ്ക്കുകയാണ്, തെറ്റിയാൽ തെറ്റി, തെറ്റിയില്ലെങ്കിൽ അങ്ങനെ പോവും. തെറ്റുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇറേസ് ചെയ്യും. അങ്ങനെ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നതാണ്. കണ്ടോ, പെൻസിൽ ഈ പേപ്പറിലൂടെ പോകുമ്പോൾ അതിൻ്റെ സ്വരം വരെ നിങ്ങൾക്ക് കേൾക്കാം. ഇത് മെമ്മറി സ്കെച്ച് അല്ല, ഞാനൊരു ചിത്രം കണ്ടു വരയ്ക്കുന്ന ഒരു ഫോട്ടോയാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്
ഈ ഫോട്ടോഗ്രാഫർക്ക്, പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും. ഇത്രയും മതി. കൂടുതൽ വരച്ചിട്ട് സമയം കളയാനില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കണം. ഇങ്ങനെ വന്നിട്ട് അത് ഇവിടെ ഒന്ന് ചെറുതായിക്കൊണ്ട് ഇവിടെ വീണ്ടും വീതി കൂടും. കാരണം ഇതിങ്ങനെ ഉള്ളിലോട്ട് വളഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഞാൻ വളരെ തെളിച്ച് വരയ്ക്കുന്നില്ല, കാരണം ഇത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് പോകണം. അപ്പം ഇങ്ങനെ നമുക്ക് പെൻസിൽ ഉപയോഗിക്കാം. ഇതെന്ത് മൂക്ക്, ഇതിന് മൂക്കുണ്ടോ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു സാധനം സ്പർശിനികളിൽ നാവ് കൊണ്ടാണിത് പാമ്പ് ഊഷ്മാവറി മറ്റ് ഇരകളെ കണ്ടെത്തുകയും ചെയ്യുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആധികാരികമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അത്യാവശ്യം ഇതിനെ അടുത്ത് കാണുമ്പോൾ ഇത്തിരി പേടിയുണ്ടെന്ന് മാത്രം എനിക്കറിയാം. നമ്മുടെ ഈ ചിത്രകല ക്ലാസ് പലപ്പോഴും ഒരു മോട്ടിവേഷനിൽ നിൽക്കുന്ന ഒന്നാണ്. ജീവനകല, ജീവിത രീതി ഒക്കെ നമ്മൾ പ്രതിപാദ്യമായിട്ടാണ് പലപ്പോഴും ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. കാരണം അതും പ്രയോജനമുള്ള ആൾക്കാരുണ്ട്, അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഇന്ന് എൻ്റെ ഫോണിലേക്ക് വന്ന ഒരു സന്ദേശമാണ്, പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലേ അല്ല, ഏതോ ഒരു താളത്തിൽ പോകുന്നു. നമ്മുടെ കരച്ചിലും ചിരിയും ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഏതോ ചില ശക്തികൾക്ക് വിധേയരായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിക്കുകയാണെന്ന് പറഞ്ഞൊരു നൈരാശ്യം കലർന്ന ഒരു സന്ദേശം ഏതൊരു സഹോദരി എനിക്ക് അയച്ചതാണ്. അപ്പോൾ നമ്മളെ നമ്പർ അറിയാവുന്നതുകൊണ്ട് അവർ ഒരു സന്ദേശത്തിനൊപ്പം ഏതോ ഒരു ദുഃഖം പോലെ തോന്നി. ഞാൻ പുള്ളിക്കാരിക്ക് മറുപടി അയച്ചില്ല, പക്ഷേ ആ മറുപടിക്ക് മുമ്പ് ഇവിടെ ഇത് പറയണമെന്ന് തോന്നി. ചിലപ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ കരുതുന്ന പോലെ ആവണമെന്നില്ല എന്ന് കരുതി നമ്മൾ വിട്ടുകൊടുക്കേണ്ടതുമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മളിങ്ങനെ വിധിയെ പഴിച്ചിട്ട് നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല എന്ന് കരുതരുത്. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരാളോട് മാന്യമായിട്ട് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം, നമ്മുടെ ഇഷ്ടങ്ങൾ അറിയിക്കാം. ഇതിനൊക്കെ നമുക്കാണ് നമ്മളിൽ സ്വാതന്ത്ര്യമുള്ളത്. നമ്മളിങ്ങനെ പലരുടെയും വാക്ക് കേട്ട് വികാരം കൊണ്ട് സങ്കടത്തോടു കൂടി എന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ പരിതപിച്ചുകൊണ്ട് എനിക്കിനി ജീവിക്കാനേ താല്പര്യമില്ല, ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ചില നമ്മളെ കണ്ടിട്ടുണ്ട്. അത് പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോല് നമ്മളെ തന്നെ വേണം. നമ്മളാണ് തുറന്ന് ഓരോ കാഴ്ചകളും കാണേണ്ടത്. അതിന് മറ്റാരെയും നമ്മൾ പഴി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാലേ പറ്റുമെന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. വിധി എന്നൊരു കാര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ അതിന് നമ്മൾ അടിമപ്പെടരുത്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ വിട്ടുകൊടുക്കുകയും വേണം. ഈ നമ്മുടെ സംസാര ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഏക കാരണം നമ്മൾ പലപ്പോഴും വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പം എന്നോട് പല സുഹൃത്തുക്കളും ചോദിക്കും, എന്താ ഈ വിട്ടുകൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ ഓർക്കും, ഈശ്വര എനിക്കിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാവും, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പറയുമ്പോൾ നമ്മൾ നിസ്സംഗത്തിൽ വല്ലാതെ അങ്ങോട്ട് നിൽക്കും, ഒന്നും ചെയ്യാനില്ല, വിധിക്ക് കീഴ്പ്പെട്ടെന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന ചില വഴികൾ അടയുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ അവിടെ തളർന്നിരിക്കും. നമുക്ക് ജീവിക്കാൻ നമ്മുടെ കർമ്മപഥങ്ങളിൽ 100 കണക്കിന് 1000 കണക്കിന് ലക്ഷക്കണക്കിന് വഴികൾ പിന്നെയുണ്ട്. നമ്മൾ തളർന്നു പോയി എന്ന് കരുതുന്നിടത്ത് നമുക്ക് എഴുന്നേക്കാൻ പാകത്തിന് എന്തോ ഒന്ന് പ്രപഞ്ചം കരുതിയിട്ടുണ്ട്. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ ജീവിതം. അല്ലാതെ നമ്മളെല്ലാത്തിനും കൊണ്ട് വിട്ടുകൊടുത്തിട്ട് അത് ശരി അങ്ങനെയാണല്ലേ, അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല, അങ്ങനെ തളർന്നിരുന്നവരാരും തന്നെ ഉയർന്നു പോയിട്ടില്ല. ഉയരാൻ ശ്രമിച്ചവരെ ഉയർന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരാം, നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പല കാര്യങ്ങളെ കണ്ടുകൊണ്ട് അടുത്ത വഴിയിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആരെങ്കിലും വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ മൗനത്തിലോ ഒക്കെ കുരുങ്ങിക്കിടന്ന് നമ്മുടെ ജീവിതം കളയരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാൻ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് ദ്രോഹമാകാതെ ചെയ്യാനുള്ള എല്ലാ അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട്. ചിലവിടെ ഉപദേശിച്ചൊരു വഴിയാക്കി തരും. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ,
എന്നെ കണ്ടുപടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ ദൈവം, ഞാൻ ഇത്ര കഴിവില്ലാത്തവനായിപ്പോയല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് ഒരിക്കലും ഉയരാൻ പറ്റില്ല. അവർ നമ്മളോടിങ്ങനെ അവരുടെ അഭിപ്രായം അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ അത് കേട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിലൂടെ നിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലാതെ ഓരോ വ്യക്തിയും അവനിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞ്, ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ്, താല്പര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കാൻ മറ്റാരുടെ അനുവാദം തേടാതിരിക്കുക. നല്ലത് എന്ന് തോന്നുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞ പരദ്രോഹമാവാതെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നൊരു കാര്യം ചെയ്യാൻ നമുക്ക് മറ്റാരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ജീവിതത്തിൽ സ്വന്തം വഴി കണ്ടെത്തുകയും സ്വന്തം ജീവിത പന്ഥാവിനെ നമ്മൾ തിരിച്ചറിയുകയും ആ പന്ഥാവിലൂടെ യാത്രയും ചെയ്ത് ജീവിത വിജയം നേടിയവർ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതം കണ്ടുകൊണ്ടും സ്വന്തം ജീവിതത്തിൽ ഒരു പരിധിയിലേറെ അത് പ്രാവർത്തികമാക്കിയും തന്നെയാണ് ഞാനും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിരാശയും ആകുലതകളും സങ്കടങ്ങളും ഒക്കെ പേറി ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് ഇരിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് ഇത്തരം ചില വെല്ലുവിളികളും അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ ചേർന്നാണ്. ആ ജീവിതത്തെ നമ്മളിങ്ങനെ വെട്ടിപ്പിടിക്കണം. നോക്കൂ, പറഞ്ഞ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതിനെ വരച്ചു അല്ലേ. നോക്കൂ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയ ഒരു ഡ്രോയിങ് അല്ല ഇവിടെ വരയ്ക്കുന്നത്, മറിച്ച് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. ഇവിടെയൊക്കെ ഒരു ചെറിയ ഷെയ്ഡ്, ഇത് നല്ല ബ്ലാക്ക് പെൻസിലായതുകൊണ്ട് ഇതുകൊണ്ട് ഷെയ്ഡ് ചെയ്താൽ കരിക്കട്ട പോലിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടെ കളർ കുറച്ചൊരു പെൻസിൽ എടുക്കാം. ഓക്കെ, ഇത് ലൂമോഗ്രാഫ് എന്ന് പറഞ്ഞ സ്റ്റെറ്റ്ലറിൻ്റെ ഒരു പെൻസിലാണ്. ഇത് കുറച്ചുകൂടെ നല്ലതാണ് ഷെയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റേത് ഭയങ്കര ബ്ലാക്കാണ്, ഇത് മിഡ് ടോൺ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് മാത്രം ഷെയ്ഡ് ചെയ്ത് പോരുക. നോക്ക്, വളരെ പതുക്കെ. ഇത് കണ്ട്, ഇതൊക്കെ ഒരു മിനിമം വർക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കേണ്ട ഒരു ഹയർ ഷെയ്ഡിങ് അല്ല. അതൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഒരു കുറേ സമയം ഇരുന്ന് ഇതിൻ്റെ പിക്ചർ ഓടിച്ചൊക്കെ വിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാത്തതുകൊണ്ടാണ് ഞാനതിൻ്റെ ഷെയ്ഡിൻ്റെ ബേസിക് ഇപ്പോൾ കാണിക്കുന്നത്. എന്നാൽ നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എൻ്റെ ഷെയ്ഡിങ് പഠിപ്പിച്ചു തരാം. ലൈറ്റ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറയുന്നത് നല്ലതായിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാം. പലരും നല്ല ചിത്രമൊക്കെ രചിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഷെയ്ഡ് വീണേക്കുന്ന കറക്റ്റ് ഇടത്തല്ല. അതൊന്ന് പഠിക്കേണ്ടത്. എന്നാൽ ചിത്രം ഭംഗിയാണ്, നോക്കുമ്പോഴത്തേക്ക് ലൈറ്റും ഷെയ്ഡും വീണേക്കുന്നത് പ്രോപ്പറായിട്ടല്ല. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഫൈൻ ആർട്സ് കുറച്ച് ഒന്ന് ആരെങ്കിലും ശിക്ഷപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തുമായിട്ട് 100-ലധികം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ഓൺലൈനാണ്. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പലർക്കും സംശയം തോന്നും. തീർച്ചയായിട്ടും പഠിപ്പിക്കാം. ക്യാമറ നമ്മൾ നല്ല മുകളിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെ തന്നെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം നിങ്ങൾ എന്നെ ക്യാമറയിലൂടെ കാണിക്കുന്നു, അത് നമ്മൾ തിരുത്തി തരുന്നു, വീണ്ടും വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് പെയിൻറ്റിങ്, വാട്ടർ കളറും അക്രലിക്കും വരെ പഠിപ്പിക്കുന്നുണ്ട്. അനാട്ടമിയുണ്ട്, കാരിക്കേച്ചറും കാർട്ടൂണുമുണ്ട്, ലൈൻസ് രേഖാചിത്രങ്ങളുണ്ട്, പേഴ്സ്പെക്റ്റീവ് ഡ്രോയിങ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാം ചിത്രകലയുടെ എല്ലാ ബേസിക്സും അതിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സും ഒക്കെ നമ്മളിവിടെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ച ചിത്രകല വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് കാല, ദേശ, പ്രായ ഭേദമന്യേ ചിത്രകല പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് അഫോർഡബിളായൊരു ഫീസ് നമ്മൾ ചെയ്തു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, നിങ്ങൾക്ക് എത്ര ക്ലാസ് വേണമെന്ന് അറിയിക്കുക, ഒക്കെ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അഥവാ നമ്മുടെ കോർഡിനേറ്റർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചിത്രകലയെ പരിചയപ്പെടുത്താം. ചിത്രകല ക്ലാസ്സുകളെക്കുറിച്ച് ഡീറ്റെയിൽ പറയാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. 9061312543 എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. നമ്മുടെ ചിത്രകല ക്ലാസ്സിൽ ധാരാളം കുട്ടികൾ നമ്മുടെ യൂട്യൂബ് കണ്ടവർ തന്നെ ചേർന്ന് പഠിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ വന്നാൽ കേൾക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾക്ക്, ലൈവ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
നമുക്ക് വളരെ ലൈറ്റായിട്ടാണ് ഈ ഷെയ്ഡ് ചെയ്ത് പോകുന്നത്. വരച്ച രീതി നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്കിത് പഠിക്കണമെങ്കിൽ 1-2 പ്രാവശ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെയാണ് ബ്ലോക്ക് ചെയ്തിട്ട് വരച്ചേക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ സ്കെച്ചിങ് എന്ന് പറയുന്നത് 100% ഫിനിഷിങ് ഡ്രോയിങ് അല്ല. കാരണം അത് നമ്മൾ ഒരുപാട് സമയമെടുക്കും. അത് കുറച്ചൊക്കെ ഓടിച്ചൊക്കെ വിട്ട് കാണിക്കണം. ഇതങ്ങനെയല്ല, ഇങ്ങനെയാണ് വരച്ച് തുടങ്ങി വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ പത്തി ഈ വരയുടെ താളം വന്നുകൊള്ളും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു തുടങ്ങുക. ഞാനിവിടെ ഇറേസറൊന്നും ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, അല്ല, ഞാൻ കണ്ടല്ലോ. ഫൈനൽ ഡ്രോയിങ്ങിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെയൊക്കെയാണ് ചെയ്യുന്നു. ഈ മടക്കവത്ത് ഇവിടെ നമുക്ക് ഷെയ്ഡൊക്കെ കൂട്ടി കൊടുക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ചിലയിടത്ത് കൂടുതൽ കൊടുത്ത് ചിലത് കുറച്ച് കൊടുത്തത്, എവിടെയാണ് അങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിശദമായ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് റെഗുലർ ക്ലാസ്സുകളിലൂടെ മാത്രമേ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. നമ്മളോട് ചില ചിത്രങ്ങൾ വരച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട ചിലരുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ചെയ്ത് പഠിപ്പിച്ചു തരാം. പിന്നെ വാട്ടർ കളർ അതും പറയുന്നുണ്ട്. ഇനി സ്കെച്ചിങ് ഒന്ന് പൂർണ്ണമായിട്ട് വേണം വാട്ടർ കളർ ചെയ്യാനെന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്ത നമ്മൾ വാട്ടർ കളറിൻ്റെ സെഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 മണിക്കൂർ നീളുന്നൊരു ചെറിയ കോഴ്സ് നമ്മൾ വാട്ടർ കളറിൻ്റെ നമ്മൾ അടുത്ത സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കാം. താല്പര്യമുള്ളവർ ചേരുക. നിങ്ങൾക്ക് അഫോർഡബിളായ ചെറിയൊരു തുക മാത്രം വെച്ചുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഉടനെ തന്നെ തരാം. അപ്പം ഈ ഡ്രോയിങ് പറ്റാവുന്നിടത്തോളം ഞാൻ തീർക്കുകയാണ്. കണ്ടോ, വളരെ പതുക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതി മാത്രമാണ്. ഒരു തികഞ്ഞ ചിത്രകാരൻ ഇങ്ങനെ തന്നെയാണോ എന്ന് വെച്ചാൽ അല്ല. അത് അവരുടെ പ്രാക്ടീസ് ഉണ്ട്, അവർ പല വഴികൾ കണ്ടെത്തും. ഇത് നമുക്ക് ആർക്കും ചെയ്യാവുന്ന, ചിത്രകലയെ പ്രണയിക്കുന്ന, ചിത്രം വരച്ചു തുടങ്ങുന്ന ആർക്കും വരയ്ക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്ക് ഈ ആർട്ട് തെറാപ്പി നമ്മൾ പറയാറുള്ള പോലെ മനസ്സിൽ എല്ലാ ആകുലതകളും ഒഴുക്കി വിടാൻ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക ഭാവം പ്രണയം തന്നെയാണ്. ഉപാധികളില്ലാത്ത സ്നേഹമാണ് പ്രപഞ്ചം. ഉപാധികളില്ലാത്ത ജീവിതമാണ് നമുക്ക് തരുന്നത്. ഉപാധികൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവച്ച് വിഷമിക്കുന്നത് പലപ്പോഴും, അല്ലേ? ബൈബിളിലൊരു വാക്യം അറിയാം, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, സങ്കീർണതകൾ അവൻ്റെ സൃഷ്ടിയത്രേ എന്ന് പറയുന്ന പോലെ നമ്മൾ വളരെ സരളഹൃദയമായിട്ട് ജീവിക്കേണ്ടവരാണ്. പക്ഷേ നമ്മൾ കുറേ ആകുലതകളും ആശങ്കകളും അഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ സൗന്ദര്യം അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അത് പാടില്ലെന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂട്ടാവാം, എല്ലാവർക്കും ഒപ്പം നിൽക്കാം, പ്രണയത്തോടു കൂടി തന്നെ പലരും നമുക്ക് നിൽക്കാം. അങ്ങനെ നമ്മൾ എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ഇത്രയായി. ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഓടിച്ചു വിടാം, എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ പയ്യെ കൊടുക്കാം. കാരണം നമ്മുടെ സമയം കഴിഞ്ഞു പോകരുത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് വേഗം ചെയ്തു പോവുകയാണ്. ഒരു സൈഡ് മാത്രം കൂടുതൽ ഷെയ്ഡ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ചിത്രം ആർക്കും വരയ്ക്കാമെന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ ചിത്രം വരച്ചു. ഒട്ടും ഓടിച്ചു വിട്ടിട്ടില്ല, പറ്റാവുന്നത്ര ചെയ്തിട്ടുള്ളൂ. 25 മിനിറ്റാണ് ഒരു ചിത്രത്തിൽ ഞാൻ പരമാവധി ഇങ്ങനെ നോക്കുന്നത്. അതിനകം പോലും 30 മിനിറ്റ് പോലും എടുക്കില്ല. കണ്ടോ, ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരിശീലിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ ഫേബർ കാസിൽ, ആർട്ട് ലൈൻ, സ്റ്റെറ്റ്ലർ, പിന്നെ ക്യാമലിൻ്റെ സോഫ്റ്റ് പേസ്റ്റൽസ്. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന പെൻസിലുകൾ. പലരും ചോദിക്കാറുള്ള പെൻസിൽ ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്ന് ചിത്രകല പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ കോർഡിനേറ്റർ നമ്പറുണ്ട്, പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പറുണ്ട്. ഏതിൽ വിളിച്ചാലും നമുക്ക് മറുപടി കിട്ടും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു.
വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിത്രം വളരെ വേഗത്തിലും വരച്ചു എന്നാണ് എൻ്റെ വിശ്വാസം കൊണ്ട്. ഇവിടെയൊക്കെ ഇച്ചിരി ഡാർക്ക് കൊടുത്താൽ ഈ പടത്തിൻ്റെ ഒരു രീതി അങ്ങ് മാറും കേട്ടോ, കുറച്ച് സമയമെടുക്കും. പിന്നെ എനിക്കിതിങ്ങനെ ചിത്രം ഓടിച്ചു വിട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഫാസ്റ്റായിട്ട് വിടുന്നത്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്രയും പതുക്കെ ചെയ്ത് കാണിക്കുന്നത്. കാരണം നിങ്ങൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ. ഒരു തികഞ്ഞ ചിത്രകാരൻ എന്തായാലും ഇവിടെ വന്നിരിക്കില്ല. അപ്പോൾ ചിത്രം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സഹൃദയരാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഒപ്പം തന്നെ നീറുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവരോട് നമ്മുടെ സ്നേഹഭാഷ ഇങ്ങനെയാണ്. വ്യക്തിത്വ ബോധം ഉണർത്തി വെക്കാനും ഉയർത്താനും നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ജീവിക്കാനും നമുക്കാകണം. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വരച്ചുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ചിത്രകലാ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ചിത്രമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഇനിയും കൂടുതൽ അത്ഭുതങ്ങൾ, കൂടുതൽ ഷെയ്ഡിങ്, ഒരുപാട് വളരെ വേഗം ചിത്രം വരയ്ക്കാവുന്ന ടിപ്സ് ഒക്കെ ആയിട്ടാണ് അടുത്ത വീഡിയോ വരുന്നത്. നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വളരെ എളുപ്പം വരച്ച ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് വഴിഞ്ഞൊഴുകുന്ന സ്നേഹമറിയിക്കുന്നു. നമുക്കൊക്കെ ഒന്നിച്ചു മുന്നേറാം. പരസ്പരം താങ്ങും തണലുമായി ഒക്കെ നിൽക്കാനാവണം. അപ്പോൾ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എൻ്റെ നമ്പറിൽ വിളിക്കാം. ഞാൻ പറഞ്ഞ നമ്പറുണ്ട്. സമയമുള്ളതുപോലെ നമ്മൾ സംസാരിക്കും, ഒരു കുഴപ്പമില്ല. ചിത്രം വരച്ച് നമുക്ക് അയച്ചു തരാം, നമ്മളത് നോക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു ചെറിയ ജീവിതത്തിൽ ഇങ്ങനെ പരസ്പരം സ്നേഹിച്ച് വെറുതെ ഉപാധികളും വഴക്കും തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ നോക്കാം. നമ്മളെന്തിനാണ് നമ്മുടെ സ്വസ്ഥത ഇങ്ങനെ വെറുതെ തർക്കിച്ച് കളയുന്നല്ലേ? ആരെയും അപമാനിക്കാതെ, ഇൻസൾട്ട് ചെയ്യാതെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരു സ്നേഹഭാഷയൊക്കെ സംസാരിച്ച് പകർന്നു കൊടുത്ത് നമുക്ക് നമ്മളുടെ ദൈവഭാവത്തെ ഉണർത്തി വെക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഒപ്പിട്ടേക്കാം അല്ലേ? കൃഷ്ണ. ഒരുപാട് ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. നന്ദി.